ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്നത്തെ വചനചിന്ത ശത്രുവിനെ കൊണ്ട് യാചിപ്പിക്കും. യെരമ്യാ പ്രവചന പുസ്തകം 15-ാം അധ്യായം 11-ാം തിരുവചനം. യഹോവ അരുളി ചെയ്തത്, ഞാൻ നിന്നെ നന്മയ്ക്കായി രക്ഷിക്കും നിശ്ചയം. അനർത്ഥകാലത്തും കഷ്ടകാലത്തും ഞാൻ ശത്രുവിനെ കൊണ്ട് നിന്നോട് യാചിപ്പിക്കും നിശ്ചയം. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 13 മുതലുള്ള തിരുവചനം വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തിൻ്റെ പ്രതീക്ഷകൾ അസ്തമിക്കുന്ന സ്ഥാനത്ത് ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം യുദ്ധം ചെയ്തു എന്നുള്ളതാണ്. ഫറവോൻ സൈന്യങ്ങൾ ഇസ്രായേൽ ജനത്തെ പിടിക്കുവാൻ പിന്തുടർന്നുവെങ്കിലും ദൈവം ഇസ്രായേൽ ജനത്തെ തൊടുവാൻ അനുവദിച്ചില്ല. സ്വന്തം ജീവനു വേണ്ടി ഫറവോൻ സൈന്യം യാചിച്ചുവെങ്കിലും ദൈവജനത്തെ പിടിക്കുവാൻ പിന്തുടർന്ന ഇസ്രായേൽ ജനത്തെ തൊടുവാൻ നശിപ്പിക്കുവാൻ പദ്ധതിയിട്ട സകല സൈന്യത്തെയും സമുദ്രത്തിൽ ദൈവം മുക്കിക്കളഞ്ഞു. എസ്തറിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ മൊർദെഖായിക്ക് വിരോധമായി ഹാമാൻ കഴുകുമരം ഒരുക്കിയെങ്കിലും പിന്നത്തേതിൽ ഹാമാൻ സ്വന്തം ജീവന് വേണ്ടി യാചിച്ചു. ഹാമാൻ്റെ യാചന എസ്തറോ രാജാവോ മൊർദെഖായിയോ ദൈവമോ സ്വീകരിച്ചില്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ ലോകത്തിലെ ദുഷ്ടാത്മസേനകളോടും അത്രേ. ആകയാൽ ദൃശ്യമായി കാണുന്ന ശത്രുവിനോടല്ല, അദൃശ്യമായി പോരാടുന്ന പിശാചിനെതിരായി പോരാടണം. മൊർദെഖായിയും എസ്തറും യഹൂദകുലം മുഴുവനും ഒരൊട്ടെടുത്ത് ഉപവസിച്ചു. പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയെ അവർ തകർത്തു കളഞ്ഞു. പ്രാർത്ഥിപ്പാൻ മുട്ടുമടക്കിയാൽ ശത്രുവിൻ്റെ പദ്ധതികൾ തിരിച്ചറിയുവാൻ സാധിക്കും. ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ മുട്ടുമടക്കിയാൽ ശത്രുവിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും. പ്രാർത്ഥിക്കുന്ന ഭക്തനായ എലീശ പ്രവാചകൻ്റെ പ്രാർത്ഥനാ റൂമിൽ ശത്രുവിൻ്റെ നീക്കങ്ങളെ ദൈവം വെളിപ്പെടുത്തിയെങ്കിൽ പ്രാർത്ഥിക്കുന്നവനെ തകർക്കുവാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കത്തില്ല. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, താങ്കൾക്ക് നഷ്ടപ്പെട്ടു പോയ അനുഗ്രഹങ്ങൾ, നഷ്ടപ്പെട്ട ദിനങ്ങൾ ദൈവം തിരിച്ചു നൽകും. താങ്കൾ വിശ്വസിക്കുക, യേശു ജീവനുള്ള ദൈവമാണ്. യേശു താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഇറങ്ങി വരും. യേശു താങ്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുത്തും. താങ്കൾ പതറിപ്പോകുവാൻ സർവശക്തനായ ദൈവം അനുവദിക്കുകയില്ല. 105-ാം സങ്കീർത്തന പുസ്തകം 24-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു, ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്യും. കരയുമ്പോൾ കണ്ണുനീർ തുടയ്ക്കുവാൻ, തളരുമ്പോൾ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുവാൻ അരികിൽ കർത്താവ് യേശു ക്രിസ്തുവുണ്ട്. പിശാചിന് താങ്കളുടെ മേൽ ഇനി അധികാരമില്ല. താങ്കളുടെ മേൽ അധികാരമുള്ളത് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രം. വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, വിശ്വാസ ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്ത തിരമാലകളും കാറ്റുകളും ആഞ്ഞടിക്കുമ്പോൾ പടകിൻ്റെ അമരത്ത് കർത്താവ് യേശു ക്രിസ്തു ഉണ്ടെന്ന് ഓർക്കണം. യേശുവുള്ള പടകിനെ മുക്കിക്കളയുവാൻ ഈ ലോകത്തിലെ ഒരു തിരമാലയ്ക്ക് സാധ്യമല്ല. ആഴവും ആഴിയും സമുദ്രവും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ എന്തിന് ഭാരപ്പെടണം? ജീവിതത്തിൽ ഉണ്ടാകുന്ന തിരമാലകൾ കണ്ട് താങ്കൾ ഭയപ്പെടരുത്. താങ്കൾക്കായി തണലായി യേശു ക്രിസ്തു താങ്കളുടെ കൂടെയുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹം താങ്കളുടെ കൂടെയുണ്ട്. താങ്കൾ ഒരിടത്തും പരാജയപ്പെടുകയില്ല. യേശു അത്ഭുതകരമായി അതിശയകരമായി താങ്കൾക്ക് വേണ്ടി പ്രവർത്തിക്കും. അദൃശ്യമായി ഉയരുന്ന തിരമാലകളെ, അദൃശ്യമായി ഉയരുന്ന കാറ്റിനെ കർത്താവ് ശാസിക്കും. താങ്കൾക്കെതിരെ ഉയരുന്ന അദൃശ്യമായ ശക്തികളെ ശാസിക്കുന്ന കർത്താവ് കൂടെയുള്ളപ്പോൾ താങ്കൾ ധൈര്യത്തോടു കൂടെ ആയിരിക്കുക. യെരമ്യാ പ്രവചന പുസ്തകം 15-ാം അധ്യായം 21-ാം തിരുവചനം പ്രകാരം വായിക്കുന്നു, ഞാൻ നിന്നെ ദുഷ്ടന്മാരുടെ ഇടയിൽ നിന്നും വിടുവിക്കുകയും നിഷ്കടന്മാരുടെ കണ്ണിൽ നിന്ന് വീണ്ടെടുക്കുകയും ചെയ്യുമെന്ന്. ആരും കാണാതെ താങ്കൾ ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ ആയിരിക്കുന്നു എങ്കിൽ താങ്കളുടെ കണ്ണുനീരിന് ഉറപ്പായും പ്രതിഫലം ലഭിക്കും. ഒരിക്കൽ താങ്കൾ കണ്ണുനീരോടുകൂടെ വീഴ്ചത് താങ്കൾ ആർപ്പോടെ കൊയ്യും. താങ്കളുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ മാറും. ശൂന്യതകളെ കർത്താവ് നിറയ്ക്കും. വചനം ശ്രവിക്കുന്ന താങ്കളെ കർത്താവ് ശ്രേഷ്ഠമായി അനുഗ്രഹിക്കും. നിന്ദിക്കപ്പെട്ടവൻ്റെ ആരാധനയ്ക്ക് കണ്ണുനീരിൻ്റെ നനവുണ്ട്. കാരണം നിന്ദിക്കപ്പെട്ടവനായ ഞാനും വചനം ശ്രവിക്കുന്ന താങ്കളെയും മാനിക്കുന്ന യേശുവിൻ്റെ സ്നേഹം വലുതാണ്. എവിടെയാണോ ശത്രു നിന്ദിച്ചത്, എവിടെയാണോ ശത്രു പരിഹസിച്ചത്, അതേ സ്ഥാനത്ത് ദൈവം വചനം ശ്രവിക്കുന്ന താങ്കളുടെ തലയെ നിശ്ചയമായും ഉയർത്തും, ശ്രേഷ്ഠമായി മാനിക്കും. ഗദരദേശത്ത് ദക്കപ്പോലിയ നാട്ടിൽ ഭൂതഗൃഹസ്ഥൻ നിന്ദിക്കപ്പെട്ടവനായി പരിഹസിക്കപ്പെട്ടവനായി ജീവിച്ചിരുന്നു. സമൂഹത്തിന് എല്ലാവർക്കും ഒരു തലവേദനയായിരുന്നു. ആർക്കും ഭൂതഗൃഹസ്ഥൻ്റെ വിഷയത്തിന് പരിഹാരം നൽകുവാൻ സാധിച്ചില്ല. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ഭൂതഗൃഹസ്ഥൻ്റെ ജീവിതത്തിൽ കടന്നു വന്നതിനാൽ അവൻ്റെ ജീവിതം മാറി.
അവൻ്റെ സ്വഭാവം മാറി, അവൻ്റെ വസ്ത്രം മാറി, അവന് പൂർണ്ണമായ സൗഖ്യം കർത്താവ് നൽകി ജീവനുള്ള സാക്ഷിയാക്കി ദേശത്ത് നിർത്തിയെങ്കിൽ വചനം ശ്രവിക്കുന്ന പ്രിയ ദൈവജനമേ, കർത്താവ് യേശു ക്രിസ്തുവിൽ പൂർണ്ണമായി വിശ്വസിക്കുക. ശത്രുവിനെ തകർത്ത് കളഞ്ഞ് ശത്രുവിൻ്റെ മുൻപേ വചനം ശ്രവിക്കുന്ന താങ്കളെ കർത്താവ് നിശ്ചയമായി മാനിക്കും. ആകയാൽ പൂർണ്ണമായും കർത്താവിൽ വിശ്വസിപ്പാൻ, പൂർണ്ണമായും കർത്താവിൽ ആശ്രയിപ്പാൻ വചനം ശ്രവിക്കുന്ന ഏവരും കർത്താവ് കൃപയും അധികാരം നൽകുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.